രാജു, എന്ത് പറ്റിയടാ? വല്ല ആക്സിഡന്റോ? ഇല്ല. പിന്നെ പറയടാ, എന്ത് പറ്റി? രാജു, എനിക്ക് ഉടനെ രക്ഷപ്പെടണം. രക്ഷപ്പെടുന്നു? എന്തിന്? മറച്ചു വെക്കാതെ കാര്യം പറയടാ. എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധമോ? അതെ, ഞാൻ ഒരാളെ കൊന്നു. കരുതിക്കുട്ടിയല്ല രാജു. അതെ, ഞാനിവിടെ രക്ഷപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ അടുത്ത നിമിഷം എന്നെ തേടി പോലീസ് ഇവിടെ വരും. ഇപ്പൊ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. നിൽക്ക്, ഞാനും വരുന്നു. നീയോ? നീ എന്തിന്? ജീവിക്കാനായാലും മരിക്കാനായാലും നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം. വാ, നടക്ക്. നടന്നു വലഞ്ഞു. വല്ല ലോഡ് വണ്ടിയും വന്നിരുന്നെങ്കിൽ അതേ വലിഞ്ഞു കയറി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമായിരുന്നു. നീ ഒന്ന് അടങ്ങേരി. ഏതെങ്കിലും ഒരു വണ്ടി വരാതിരിക്കും. അതിൽ പൊത്തിപ്പിടിച്ച് കയറി നമുക്ക് തടിയപ്പം. ഏതോ ഒരു വണ്ടിയുടെ ലൈറ്റ് കാണുന്നുണ്ട്, നോക്ക്. ഏതോ സിനിമാ കമ്പനിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. എന്ത് പുല്ലേലും ആവട്ടെ, ഇനി ഇവിടെ കുത്തിയിരിക്കുന്നതിന് അർത്ഥമില്ല. അങ്ങനെ നമ്മളെ കാണണ്ട. നമുക്കൊന്ന് മാറിക്കാം.
സാർ അവരെ വിട്ടുവെച്ചാണ് ഈ അവിടത്തിനുള്ള കാരണം. ശിക്ഷിക്കാൻ മാത്രമല്ല, സാധിക്കുമെങ്കിൽ പുറത്ത് നന്നാക്കാൻ ശ്രമിക്കുന്ന കൂടിയാണ് പോലീസിന് കടമ എന്ന് വിശ്വാസമായിരുന്നു എനിക്ക്. നായുടെ വാലുമാരിയാണ് സാറേ ഇവന്മാരുടെ മനസ്സ്. എത്ര നിവർത്താൻ നോക്കിയാലും വളഞ്ഞേ കിടക്കും. കേശവനാരെ, എന്റെ കണക്കൂട്ടിൽ ഒരു തെറ്റേ പറ്റിയിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി കടം നടത്തുമെങ്കിലും സംസ്കാരവും വിദ്യാഭ്യാസമുള്ള കൊടുത്തൻ രാജു. പക്ഷേ പണത്തിനും പെണ്ണിനും വേണ്ടി എന്ത് ചെയ്യാൻ മേടിക്കാത്ത ഒരു തെണ്ടിയാണ് എന്റെ കൂട്ടുകാരെന്ന് ഓർമ്മിക്കാൻ ഞാൻ മറന്നുപോയി. എല്ലാ സ്റ്റേഷനും വിവരം അറിയിച്ചില്ലേ? നാളെ തന്നെ അവരെ ഫോട്ടോസ് എല്ലായിടത്തും എത്തിക്കാൻ ഏർപ്പാട് ചെയ്യും. യെസ് സർ. ആ, ഭൂമി വരുന്നതാണല്ലോ, എവിടെയെങ്കിലും വെച്ച് കയ്യിൽ പെടാതിരിക്കില്ല. தமிழரசு ப்ரொடியூசர் சொல்லியிருக்காரு காலையில 6 மணிக்கு பத்தேர்ல போய் சேரணும்னு. ஆனா தூக்கம் வந்து கண்ணு முழிக்க முடியல. வண்டிய இங்க ஒரு இடத்துல நிப்பாட்டி கொஞ்ச நேரம் தூங்கிட்டு முள்ள போலாம். അണ്ണോ സമയത്തിന് എത്തിയില്ലെങ്കിൽ സഞ്ജയ് യൂണിറ്റിന്റെ പേരാ മോശമെന്ന് പറഞ്ഞേക്കാം. ஓடா சோம்பேறி, தூக்கம் வந்தா என்னடா செய்ய முடியும்? தூங்கித்தான் ஆகணும். ശരി ശരി, അണ്ണന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. வண்டி மட்டும் வா வா வா. ആരാ ആരാത്? എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇല്ല, നിന്നെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു കൊലക്കേസിൽ പ്രതികളായ ഞങ്ങളെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഞങ്ങൾക്കിവിടെ അഭയം തരണം. അകത്ത് കിടക്കുന്ന ആരാ? അച്ഛനാണ്. മെല്ലെ സംസാരിക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഇല്ല, അച്ഛൻ എഴുന്നേൽക്കാനോ ശബ്ദിക്കാനോ കഴിയില്ല. തളർവാദമാണ്. വേറെ ആരൊക്കെയാണ് ഇവിടെ താമസം? എനിക്ക് അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. ബന്ധുക്കളായിട്ട് ആരുമില്ലേ? ഒരമ്മാമനും മകനും ഉണ്ടായിരുന്നു. വളരെ കൊല്ലങ്ങളായി അവര് നാട് വിട്ടു പോയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ വളരെ സൗകര്യം. നാട് വിട്ടുപോയ നിന്റെ അമ്മാവന്റെ മകൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു, ഞാനായിട്ട്. ഇന്നു മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ചോദിച്ചാൽ അമ്മാവന്റെ മകനും കൂട്ടുകാരനുമാണെന്നേ പറയാവൂ. മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ അച്ഛനോട് എന്ന് പറ, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഇല്ലെങ്കിൽ അച്ഛാ, നമ്മുടെ ഗോവിന്ദമ്മാന്റെ മോന